മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്യാൻ നമുക്ക് കഴിയണം. ഒന്ന് മംഗലാപുരത്ത് പോയി വരുമ്പോഴേക്ക് ഏതെല്ലാം അനാവശ്യങ്ങളാണ് കാണേണ്ടി വരുന്നത്, അരുതായ്മകളാണ് കണ്ണിൽ മിന്നിമറയുന്നത്. ഒരു ചെറുപ്പക്കാരനായ വിദ്യാർത്ഥി രാവിലെ ക്യാമ്പസിൽ പോയിട്ട് മടങ്ങി വരുമ്പോഴേക്ക് ഏതെല്ലാം കാഴ്ചകളാണ് കാണേണ്ടി വരുന്നത്. മോനെ, തജ്ദീദു തൗബത്തി, നീ ആത്മാർത്ഥമായി റബ്ബിലേക്ക് തൗബ ചെയ്തോ, അത് നിനക്കുള്ള കാവലാണ്. അല്ലാഹുവിലേക്ക് ഉള്ളറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ കഴിയണം. പടച്ചവനെ അറിഞ്ഞുകൊണ്ട് ഖേദിച്ചു മടങ്ങാനാവണം. ഈ നല്ല നല്ല ചിന്തകൾ നൽകാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ സാരഥ്യത്തിൽ ഇവിടെ ദീനീ സംരംഭങ്ങൾ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്, ഇവിടെ വളരെ വേറിട്ട ദഅവാ സംരംഭങ്ങൾ അറിയാൻ കഴിഞ്ഞു. പഠനകാലത്തല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ഖുർആൻ പഠിക്കാൻ കഴിയാതിരുന്ന, സാഹചര്യം ലഭിക്കാതിരുന്ന പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി ഖുർആൻ പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. മാഷാ അല്ലാഹ്, തങ്ങൾ അവരുടെ കർമ്മ ജീവിതത്തിൽ നിന്ന് വളരെ സ്ട്രൈക്ക് ചെയ്ത അനുഭവങ്ങൾ പറയുമ്പോൾ 70കൾ കഴിഞ്ഞ ഉമ്മമാര് വരെ നമ്മുടെ ഈ മജ്‌ലിസിന്റെ സാരഥ്യത്തിലുള്ള പഠന കേന്ദ്രത്തിൽ നിന്ന് അക്ഷരം മുതൽ ഖുർആൻ പാരായണം പഠിച്ച് ഖത്മാക്കുന്നത് വരെ എത്തിയെന്ന് വരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അറിവ് നേടാൻ പ്രായം ഒരു തടസ്സമല്ല. എനിക്ക് വയസ്സായല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. മഹാന്മാരായ സ്വഹാബ അവരെല്ലാം 3 വയസ്സിൽ സഹറയിൽ പോയി ഖുർആൻ പഠിച്ചവരല്ല. 5 വയസ്സായപ്പോൾ 1-ാം ക്ലാസ്സിൽ മദ്രസയിൽ വന്നവരല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സിൽ നബുവത്തിന്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ 37 വയസ്സുള്ള മഹാനല്ലേ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ആ 37ാമത്തെ വയസ്സിൽ ഖുർആൻ പഠിക്കാൻ തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 2 മാസം കൊണ്ടാണ് പരിശുദ്ധമായ സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കിയത്. ആ സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കി കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരാടറുത്തുകൊണ്ട് നല്ല ഒരു സദ്യ ഒരുക്കുകയാണ്. വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുകയാണ്. എന്താണ് മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇത്രയും സാവധാനത്തിൽ പഠിക്കേണ്ടി വന്നത്? മഹാനവറുകളുടെ ഖുർആൻ പഠനം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരായത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അമല് ചെയ്യേണ്ട കാര്യം അമല് ചെയ്യുകയാണ്. അതിൽ നിന്ന് ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണ്. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതിയാൽ അവിടുത്തെ ഇടനെഞ്ചിൽ നിന്ന് പതക്കുന്ന സ്വരം 3-ാമത്തെ സഫിലുള്ള ഉമർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ കേൾക്കുകയാണ്. മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ തേങ്ങിക്കരയുകയാണ് ഖുർആൻ ഓതിയിട്ട്. അവരുടെ നിത്യജീവിതത്തിലും അവർ റബ്ബിലേക്ക് തൗബ ചെയ്യുകയാണ്. തജ്ദീദു തൗബത്തി, തൗബയെ പുതുക്കുകയാണ്. എന്റെ ജീവിതത്തിൽ വന്നുപോയ അരുതായ്മകളെ ഓർത്തുകൊണ്ട് മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അതാ രാത്രിയായാൽ ഒരു ചാട്ടവാറെടുത്തുകൊണ്ട് സ്വന്തം ഒരു വിചാരണ നടത്തുകയാണ്. സ്വന്തം നഫ്സിനോട് ചോദിക്കുമല്ലയോ ഉമറേ, ഇന്ന് രാവിലെ അങ്ങോട്ട് നോക്കിയത് എന്തിനാണ്? ഇങ്ങോട്ട് നടന്നത് എന്തിനാണ്? ഏറ്റവും ഉചിതമായ ഒരു കാര്യത്തിന് പകരം അതിൽ താഴെയുള്ള കാര്യം ചെയ്തത് എന്തിനാണ്?
അങ്ങനെ മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ സ്വന്തം വിചാരണ ചെയ്യുകയാണ്. എന്നിട്ട് സ്വന്തം ശരീരത്തെ അടിക്കുകയാണ്. എടാ, നീ എന്തുകൊണ്ട് ശരിയായില്ല ഇബ്നുൽ ഖത്താബ്, അല്ലയോ ഖത്താബിന്റെ മകനായ ഉമറേ, എന്തുകൊണ്ടാണ് നീ നേരെ ജീവിക്കാത്തത് എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ സ്വന്തം വിചാരണ ചെയ്യുകയാണ്. മറ്റുള്ളവരെ വിചാരണ ചെയ്യല്ല, ഒരാത്മവിചാരണ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള കൃത്യമായ ഒരു അവലോകനം. കിടക്കുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ ഉദിച്ചുയർന്നത് മുതൽ ഇതുവരെയുള്ള എന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഇതിൽ എന്റെ നിസ്കാരം കൃത്യമായി നടന്നിട്ടുണ്ടോ? എന്റെ ജീവിത ചിട്ടകൾ ഏതൊക്കെയായിരുന്നു? അങ്ങനെ ഒരു ആത്മപരിശോധന നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് മുന്നേ നടന്നു പോകുന്നവരുടെ നടപടി അങ്ങനെയാണ്. വസ്സാബിഖൂന സാബിഖൂൻ. ആ ആയത്തിന്റെ വ്യാഖ്യാനം എന്താണ്? അസ്സാബിഖൂന ഇലൽ ഖൈറാത്തി ഹുമുസ്സാബിഖൂന ഇലൽ ജന്ന. നന്മയിലേക്ക് മുന്നിട്ട് വരുന്നവർ സ്വർഗത്തിലേക്കും മുന്നിട്ട് വരുന്നവരാണ്. സ്വർഗത്തിൽ ആദ്യം വരുന്നവരാരാണ്? സൽക്കർമ്മങ്ങളിലേക്ക് ധൃതി കൂട്ടി വന്നവരാണ് നാളെ സ്വർഗത്തിലേക്ക് വരാനുള്ളവർ. അങ്ങനെയുള്ള മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ജീവിതമാണ്. സ്വന്തം ഒരു വിചാരണയാണ്. സ്വന്തം ശരീരത്തെ കോടതിയിൽ കയറ്റുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഉമറേ, നിങ്ങളുടെ നടപടി ശരിയായോ ഉമറേ എന്ന്. എന്നിട്ട് നിരന്തരമായി തൗബയെ പുതുക്കുകയാണ്. ഇന്ന് തൗബ ചെയ്യുന്ന അരമനകൾ എവിടെ? അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞു നനയുന്ന മുസല്ലകൾ എവിടെ? മക്കനകൾ എവിടെ? കാണാനില്ലല്ലോ. അതുകൊണ്ട് അന്ത്യനാളിന്റെ ഇടിപ്പടക്കങ്ങളും അപസ്വരങ്ങളും പല സ്ഥലത്തുനിന്നും കേട്ടു തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു അമലാണ് അൽ ഇനാബത്തു വറുജൂഉ ഇലല്ലാഹ്. മഅസൂമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസേന 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നവരാണ്. ഒരു തെറ്റും ജീവിതത്തിൽ വരാൻ, ചെറുതോ വലുതോ ആയ ഒരു തെറ്റ് പോലും വരാൻ സാധ്യതയില്ലാത്ത റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസേന 200 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. ആ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ഉള്ളറിഞ്ഞുകൊണ്ട് റബ്ബിനോട് ഖേദിച്ച് മടങ്ങുകയാണ്. നമ്മളുടെ മാതിരി ഒരു റാത്തീബിന്റെ മജ്ലിസിൽ വന്ന് അവിടുത്തെ നേതൃത്വം കൊടുക്കുന്ന സയ്യിദോ പണ്ഡിതനോ പറയുമ്പോൾ എവിടെയോ ശ്രദ്ധിച്ചുകൊണ്ട് 10 ഇസ്തിഗ്ഫാർ ചൊല്ലുകയല്ല. ഹബീബായ തങ്ങൾ ഉള്ളറിഞ്ഞുകൊണ്ട് രക്ഷിതാവിനോട് പാപമോചനം തേടുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ഇന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരെവിടെ? ഉള്ളറിഞ്ഞ് തൗബ ചെയ്യുന്നവരെവിടെ? നമ്മൾ പറയും മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ഏതാണ്? ഏതെങ്കിലും അമേരിക്കൻ നിർമ്മിത മിസൈലുകളല്ല, ഏതെങ്കിലും പടക്കോപ്പുകളല്ല. പ്രിയമുള്ളവരെ, അതിനുള്ള ഏറ്റവും വലിയ ആയുധം നമ്മൾ ഈമാനിലേക്ക് മടങ്ങുക എന്നതാണ്. ഉള്ളുറച്ച ഈമാനുള്ളവർക്ക് ഇവിടെ ജീവിക്കുമ്പോൾ സമാധാനമാണ്, മരണപ്പെട്ടാൽ അവർക്ക് സ്വർഗമാണ്. അതാണ് സയ്യിദുനാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ശത്രുപാളയത്തിന്റെ നടുവിൽ ഇരിക്കുമ്പോൾ
ഹബീബായ തങ്ങളുടെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ശത്രുക്കളുടെ നടുവിൽ ഖാലിദ് ബിൻ വലീദ് തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വലിയ സന്തോഷമായി, ഇസ്ലാമിന്റെ വിരോധികൾക്ക് വലിയ സന്തോഷമായി. ഇസ്ലാമിന്റെ ചേരിയിലെ പടനായകൻ ഞങ്ങളുടെ നടുത്തളത്തിലുണ്ട്, ഇനി ഞങ്ങളൊന്നും പേടിക്കേണ്ടതില്ല, ഞങ്ങൾ കൈകാര്യം ചെയ്താൽ മതിയല്ലോ ഖാലിദിനെ. ഉടനെ അവിടെയുള്ള നേതാവ് പറഞ്ഞു, നിങ്ങൾ ആരും തുടരുത്, ചില കാര്യം എനിക്ക് ഖാലിദിനോട് ചോദിക്കാനുണ്ട്, അതിനുശേഷമേ നിങ്ങൾ അദ്ദേഹത്തെ കയ്യേറാനൊരുങ്ങിയാൽ മതി. ഉടനെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഖാലിദേ, ഈ വലിയ സംഘത്തിന്റെ നടുവിൽ നിങ്ങൾക്ക് വന്നിരുന്നപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി ഖാലിദേ? ഇവിടെ ആരെങ്കിലും മുഹമ്മദീയരുണ്ടോ എന്നവരുടെ ഭാഷയിൽ ചോദിച്ചപ്പോ വേണമെങ്കിൽ ഖാലിദ് ബിൻ വലീദ് തങ്ങൾക്ക് അവിടെ തന്നെ ഇരിക്കാം, ജീവരക്ഷയ്ക്ക് വേണ്ടി അവിടെ ഒതുങ്ങിയിരിക്കാം. ഖാലിദ് ബിൻ വലീദ് തങ്ങൾ ഇരുന്നില്ല, എഴുന്നേറ്റ് നിന്നു, സത്യസന്ധമായി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ ഖാലിദേ, ഇത്രയും ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യം എവിടെന്നാണ് കിട്ടിയത്? ഉടനെ മഹാനരായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളെല്ലാവരും കൂടി എന്നെ ആക്രമിച്ചിവിടെ കൊല ചെയ്തു കളഞ്ഞാൽ ഞാൻ എന്നേക്കുമായി ഇല്ലാതാവുകയല്ല, മാടി വിളിക്കുന്ന ഒരു സ്വർഗത്തിന്റെ പറുദീസയിലേക്കാണ് ഞാൻ പോകുന്നത്. അതുമാത്രമല്ല, എന്റെ യാത്രയറിഞ്ഞാൽ ആയിരക്കണക്കിന് ഖാലിദുമാരിവിടെ പുനർജനിക്കും. എനിക്ക് പേടിക്കാനില്ല, നിങ്ങളെപ്പോലെ മരിച്ചാൽ എല്ലാം തീർന്നു എന്ന വിശ്വാസിയല്ല ഞാൻ. ഇതിനപ്പുറത്തൊരു സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ, പരലോകത്തെ അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചാലും എനിക്കൊന്നും സംഭവിക്കാനില്ല. ഫറാദീസുൽ ജിനാനി ലനാ ഖറാറൂ, അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗം ഞങ്ങളുടെ കണ്ണിൽ തെളിയുന്നുണ്ട്. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ സുഗന്ധം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പേടിയില്ല. പിന്നിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് മുസ്ലിം ഉമ്മത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിം ഉമ്മത്ത് അവരവരുടെ ഈമാനിനെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ മാത്രം മതി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പേടിയില്ല, നിങ്ങൾ എന്നെ ഇവിടെ നിന്നും പരിക്കില്ലാതെ മടക്കി വിട്ടാൽ എന്റെ ജീവിതം മുഴുവനും സത്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ജീവിതമാണ്, ധർമ്മത്തിന്റെ ചേരിയിൽ നിൽക്കാനുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ ജീവിച്ചാലും എനിക്ക് പ്രതീക്ഷയാണ്, ഞാൻ മരിച്ചാലും എനിക്ക് പ്രതീക്ഷയാണ് എന്ന് മഹാനരായ ഖാലിദ് തങ്ങൾ പറഞ്ഞപ്പോൾ കേട്ട മാത്രയിൽ ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് ചെല്ലുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ഒരു ആത്മധൈര്യം നൽകുന്ന പ്രത്യയശാസ്ത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും രാജ്യത്തെയോ ദേശത്തെയോ പ്രശ്നങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ല. നമ്മൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനം എന്താണ്? ഈ ഉമ്മത്തിന് ഈമാനും അറിവും നൽകുക എന്നതാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ഹരിയാനയിലും ഡൽഹിയിലും യുപിയിലും കർണാടകയിലും ഒക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി. നമ്മുടെ SSFന്റെ വ്യത്യസ്ത പരിപാടികളും സംഘാടനവുമായിട്ട് പോയതാണ്. അവിടെയുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഏതെങ്കിലും ആയുധങ്ങളല്ല. 60%, 80%, 100% വരെ
ദീനിന്റെ ബാലപാഠമറിയാത്ത ആളുകൾ പുതിയ തലമുറയുള്ള ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. അവിടെ നമുക്ക് ആവശ്യമുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ പോലെയുള്ള നേതൃത്വങ്ങളെയാണ്. ഞങ്ങൾ യുപിയിലെ ബറേലി ഷരീഫിൽ നിന്ന് 1 മണിക്കൂർ ദൂരം ഒരു ഉൾഗ്രാമത്തിലേക്ക് കഴിഞ്ഞ ആഴ്ച പോയി. 60% ആളുകൾ പാഠശാലയിൽ പോകാത്ത, അല്ലെങ്കിൽ പുതിയ തലമുറയിലെ കുട്ടികൾ 60% അവര് സ്കൂളിൽ പോകണില്ല, മദ്രസയിലും പോണില്ല. അങ്ങനെയുള്ളൊരു ജനത ഉപജീവനത്തിന് വേണ്ടി പാടത്ത് പണിയെടുക്കാനും ഇഷ്ടിക കമ്പനികളിൽ ജോലി ചെയ്യാനും വേണ്ടി പോവുകയാണ്. മുറാദാബാദിന്റെ ഉൾഗ്രാമങ്ങളിൽ ചെന്നാൽ ഉമ്മാന്റെ പള്ളയിൽ നിന്ന് ലോകത്തേക്ക് വന്നത് മുതൽ കാണുന്ന തൊഴിൽ പോലെ അവിടെ നമ്മിഞ്ഞയുടെ പ്രായം കഴിഞ്ഞാൽ പിച്ചള കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്ന പാവങ്ങളായ മക്കളാണ് അവിടെയുള്ളത്. അവർക്ക് ആദ്യാക്ഷരം ആത്മീയതയുടേതറിയില്ല, ആദ്യാക്ഷരം ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെതറിയില്ല. അവരേതോ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ആവശ്യമുള്ളത്, മോനെ നീ അറിവിന്റെ ലോകത്തേക്ക് വരൂ മോനെ, എന്നെയും നിന്നെയും പടച്ച് പരിപാലിക്കുന്ന രാജാതിരാജനായ ഒരു റബ്ബുണ്ട് മോനെ, ആ റബ്ബിനെ ഒന്ന് പഠിക്കണേ മോനെ. അതാണ് അവിടെ ആവശ്യം. ബംഗാളിൽ ഒരുപാട് ഗ്രാമങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ആ ഗ്രാമങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇസ്ലാമിക പാരമ്പര്യമുള്ള ദേശങ്ങളാണ് അവിടെയൊക്കെ. ഹരിയാനയിലെ പല ഗ്രാമങ്ങളിൽ ചെന്ന് നോക്കിയാൽ ബദർപൂർ, ഇസ്മായിൽപൂർ എന്നൊക്കെയാണ് ആ സ്ഥലങ്ങളുടെ പേര്. ബംഗാളിലെ ഇസ്ലാംപൂർ, രാംഗഞ്ച് തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ റമദാനിന്റെ അവസാനത്തിൽ പോയി. അവിടെയൊക്കെയുള്ള ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, പുതിയ തലമുറയ്ക്ക് നമ്മൾ ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മതി. ദുരിതങ്ങൾ മുഴുവനും അകറ്റാനുള്ള വഴി അവിടെയുണ്ട്. ഞങ്ങൾ ബറേലിയിൽ നിന്ന് വരുമ്പോൾ റാംപൂരിലെ ഉൾഗ്രാമങ്ങളെ കുറിച്ച് നമ്മുടെ മലയാളികളായ അധ്യാപകരവിടെ ഉണ്ട്. അവരാ ഗ്രാമങ്ങളുടെ അവസ്ഥ പറഞ്ഞു. ദീനിയായ ബാലപാഠം പോലും അറിയാത്ത എത്രയോ ആയിരങ്ങൾ അവിടെ അറിവിന്റെ വെളിച്ചം ലഭിക്കാതെ കിടക്കുകയാണ്. അവരല്ലാഹുവിനെ അറിയുന്നില്ല, അവർക്ക് നിസ്കരിക്കാൻ അറിയില്ല. നിസ്കാരമില്ലാത്ത ഒരു ജനത ഇസ്ലാമിന്റെ പേരിൽ അവിടെ ജീവിക്കുകയാണ്. അവർ രാജാതിരാജനായ റബ്ബിനെ അറിഞ്ഞു നിസ്കരിക്കാൻ തുടങ്ങട്ടെ. ഈ കാണുന്ന മർദ്ദനങ്ങൾ, പീഡനങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള അടിസ്ഥാന വഴിയാണ് അൽ ഇനാബത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങലാണ്. മലയാളത്തിന്റെയും ദക്ഷിണ കർണാടകയിലെയും മുസ്ലിംകൾ വലിയ വലിയ ഭാഗ്യം ചെയ്തവരാണ്. ഇവിടെ നൂറുകണക്കിന് നേതാക്കന്മാരുണ്ട് നമ്മളെ നയിക്കാൻ. എന്നാൽ ഉത്തരേന്ത്യയിൽ, അല്ലെങ്കിൽ ഉത്തര കർണാടക മുതൽ അങ്ങോട്ട് പോയാൽ ഇതുപോലെ കൃത്യമായി ലീഡ് ചെയ്യാൻ പറ്റുന്ന ആലിമീങ്ങളില്ല, സാദാത്തുക്കളില്ല. അവിടെ കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളെ പോലെ ഈ ഉമ്മത്തിന്റെ മക്കൾ അറിവിന്റെ വെളിച്ചമില്ലാതെ ഓടി നടക്കുകയാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ വയോജന വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വരുന്നത്. തങ്ങളവറുകൾ ആരംഭിച്ച ഇവിടെ പ്രായമേറിയവർക്കുള്ള മദ്രസയുടെ സമ്പ്രദായം, അതുപോലെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ തുടങ്ങിവെച്ച വിജ്ഞാന വിപ്ലവത്തിന്റെ പ്രാധാന്യം. ബംഗാളിന്റെ ഉള്ളറയിൽ ചെന്നാൽ 70 വയസ്സ് കഴിഞ്ഞ ഉപ്പമാര് വന്ന് നമ്മുടെ മർക്കസു സഖാഫത്ത് സുന്നിയുടെ സ്ഥാപനങ്ങളിൽ ഉമ്മമാരും ഉപ്പമാരും വന്നിരുന്ന് ഖുർആൻ പഠിക്കുന്നുണ്ട്, അക്ഷരമാല പഠിക്കുന്നുണ്ട്. അതുപോലെ വ്യത്യസ്ത തലങ്ങളിൽ കേരളത്തിൽ നിന്ന് പഠിച്ചുപോയ നമ്മൾ വളർത്തിവിട്ട ആലിമീങ്ങൾ അവിടെ പോയി പ്രായമുള്ളവർക്ക് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. അലിഫ് സബർ ആ എന്ന് പറഞ്ഞു തുടങ്ങി കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒരു ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ,
ഇങ്ങനെ ഒരു വൈജ്ഞാനിക നവജാഗരണം ഉണ്ടായാൽ അല്ലാഹു ജല്ല ജലാലുഹു അവനെ അറിയാൻ അവസരം നൽകിയാൽ അതാണ് നമ്മുടെ നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ. ഞാൻ പറഞ്ഞു വന്നത് തജ്ദീദു തൗബ. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, ദിവസേന കണ്ണുകൊണ്ട് കാണുന്ന എത്രയെത്ര വൃത്തികെട്ട കാഴ്ചകളാണ്, എത്രയെത്ര മോശമായ കാഴ്ചകളാണ് നമ്മുടെ കണ്ണിൽ മിന്നിമറയുന്നത്. ആ കണ്ണിന്റെ കുറ്റവും കാതിന്റെ കുറ്റവും നമ്മൾ ചെയ്തു പോയ അരുതായ്മകൾക്ക് റബ്ബിലേക്കൊന്ന് തൗബ ചെയ്യണ്ടേ. നമ്മളല്ലാതെ അവിടെ